പുതുവർഷത്തിൻ്റെ ഊഷ്മളാശംസകൾ. ആംഗലേയ സാഹിത്യത്തിലെ പ്രസിദ്ധനായിരുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ചരിത്ര ദുരന്ത നാടകമായ ജൂലിയസ് സീസറിലെ മുഖ്യ കഥാപാത്രമാണ് മാർക്ക് ആന്റണി. അദ്ദേഹത്തിൻ്റെ ജനറലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ചരിത്രത്തിലെ മോസ്റ്റ് ഇൻസ്റ്റിഗേറ്റിംഗ് പൊളിറ്റിക്കൽ സ്പീച്ച് ആൻഡ് എ പേഴ്സണൽ ഒബീച്വറി. ഒരു അല്പം ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടക്കുകയാണ്, നിങ്ങൾക്കത് മനസ്സിലാവുവാൻ എളുപ്പത്തിനു വേണ്ടി. BC 46 മുതൽ 44 വരെ റോമാ സാമ്രാജ്യം അടക്കി വാണിരുന്ന ചക്രവർത്തിയായിരുന്നു ജൂലിയസ് സീസർ. അദ്ദേഹത്തിൻ്റെ ജനറലായിരുന്ന ബ്രൂട്ടസും കൂട്ടരും സീസർ അമിതാധികാരിയായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കണക്ക് കൂട്ടി അദ്ദേഹത്തെ വകയിരുത്തുവാൻ അവർ കരുക്കൾ കൂട്ടി. അതിൻ്റെ തലേദിവസം രാത്രി സീസറിന്റെ ഭാര്യ കൽപൂർണിയ അദ്ദേഹത്തിന്റെ ചെവിയിൽ മന്ത്രിച്ചു, "മീ ലോർഡ്, ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഗോ ടു സെനറ്റ്. സെനറ്റിലേക്ക് പോകുന്നത് അപകടകരമാണ്." അമിത ആത്മവിശ്വാസിയായിരുന്ന സീസർ അതിനെ വകവയ്ക്കാതെ കൊണ്ട് തിരിച്ചടിച്ചു, "ഡേഞ്ചർ നോസ് ഫുള്ളി വെൽ ദാറ്റ് സീസർ ഈസ് മോർ ഡേഞ്ചറസ്" എന്ന് സ്വയം അഹങ്കരിച്ചുകൊണ്ട് അദ്ദേഹം സെനറ്റിലേക്ക് നീങ്ങുകയാണ്. അവിടെ വിധി അദ്ദേഹത്തെ കാത്തുനിന്നു. ബ്രൂട്ടസിന്റെ കൂട്ടാളികൾ അദ്ദേഹത്തെ കുത്തിവീഴ്ത്തി പോംബെ സ്ക്വയറിൽ വെച്ച് 23 കുത്തുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് ഏറ്റു. 20ാമത്തെ കുത്തായിരുന്ന ബ്രൂട്ടസിന്റെ കുത്താണ് സീസറിന് ഏറ്റവും മർമ്മഭേദകമായി തോന്നിയത്. സീസറിന്റെ നെഞ്ചിൽ നിന്നും തെറിച്ചു വീണ ചുടുചോര തുറിച്ചു നോക്കി അത് ബ്രൂട്ടസ് തന്നെയാണോ എന്ന്. ആ മുഹൂർത്തത്തിൽ നിന്നാണ് ചരിത്രത്തിന്റെയും സാഹിത്യത്തിന്റെയും ഇടനാഴികളിൽ ഇടം പിടിച്ച "യു ടു ബ്രൂട്ടസ്" എന്ന ഹൃദയഭേദകമായ ശബ്ദം കേട്ടത്. സീസറിനെ വധിച്ചുകൊണ്ട് ബ്രൂട്ടസും കൂട്ടാളികളും പോംബെ സ്ക്വയറിലും പരിസരത്ത് നിന്നുകൊണ്ട് ഘോരഘോരം പ്രസംഗിച്ചു, "I slew Caesar as he was ambitious." അദ്ദേഹം കൂട്ടിച്ചേർത്തു, "I loved Rome more than Caesar." അതുകൊണ്ടാണ് ഞങ്ങൾ സീസറിനെ വകവരുത്തിയത് എന്ന് ജനങ്ങളെ പറഞ്ഞ് തിരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജനം സീസറിന്റെ കൊലപാതകത്തെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മുഹൂർത്തത്തിലാണ് സീസറിന്റെ ബന്ധുവും ആത്മമിത്രവുമായിരുന്ന മാർക്ക് ആന്റണി, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ക്ലെയോപാട്രയുടെ ഭർത്താവാണ്. അദ്ദേഹം കടന്നു വന്നുകൊണ്ട് ബ്രൂട്ടസിന്റെ പ്രധാന ആരോപണം, കൊലപാതകത്തിന് പിന്നിൽ സീസർ വാസ് അംബീഷ്യസ് എന്നുള്ള ആരോപണത്തിന്റെ ഒടിച്ചുകൊണ്ട് കത്തിക്കേറി വികാരോജ്വലമായി നടത്തിയ ചരിത്രത്തിലെ ഏറ്റവും ഫയറി പൊളിറ്റിക്കൽ സ്പീച്ചാണ് മാർക്ക് ആന്റണിയുടേത്. അതിന് ഞാൻ ഇവിടെ മുതിരുകയാണ്. Friends, Romans, countrymen, lend me your ears. I come to bury Caesar, not to praise him. The evil that men do lives after them. The good is oft hindered with their bonds. So let it be with Caesar. The noble Brutus has told you Caesar was ambitious. If it were so, it was a grievous fault, and grievously has Caesar answered it. Here under the leave of Brutus and the rest, for Brutus is an honorable man, so are they all honorable men. Come I to speak in Caesar's funeral. He was my friend, faithful and just to me. But Brutus says he was ambitious. He had brought many captives
Rome, whose ransoms did fill the coffers. Did this in Caesar seem ambitious? When the poor have cried, Caesar hath wept. Ambition should be made of a sterner stuff. You all did see in the Lupercal, I thrice presented him a kingly crown, which he thrice refused. Was this ambition? Yet Buddha says he was ambitious. I speak not to disprove what Buddha spoke. I am here to speak what I do know. You all did love him once, not without cause. What cause withholds you then to mourn for him? O judgment, thou art fled to brutish beasts, and men have lost their reason. Bear with me. My heart is in the coffin, there with Caesar. I must pause till it come back to me. I must pause till it come back to me. Thank you, live it, intimates. കഴിഞ്ഞ വർഷം ലൂസി കോളേജിന്റെ സെന്റനറി ആഘോഷത്തിൽ കവി ചുള്ളിക്കാട് അവിടെ ഈ പ്രസംഗം നടത്തിയപ്പോൾ എനിക്കും ഒരു ആവേശമുണ്ടായി. എനിക്കും പ്രായം കവിഞ്ഞെങ്കിലും ഇതൊന്ന് അരങ്ങേറണമെന്ന്. എന്നെ അതിന് അനുവദിച്ച കാലത്തിനും സാക്ഷിയായി നിങ്ങൾക്കും ദൃശ്യമനോഹരമായ ലിവിറ്റിന്റെ ഈ ആകാശം നിൽക്കുന്ന സൗധത്തിന്റെ മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന അനേകരുടെ മുമ്പിൽ അത് യാഥാർത്ഥ്യമാക്കുവാൻ എന്നെ സഹായിച്ച സഹകരിച്ച ഏവർക്കും നന്ദി. Thank you, Jolly sir.